ഹേയ് ഗെയ്സ്, ഗെയിമിംഗ് മാസ്റ്ററിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളാണെങ്കിൽ രാവിലെ തന്നെ എണീറ്റ് വന്നിരിക്കുകയാണ്. നമ്മുടെ ഷിൻചാനാണെങ്കിൽ വെക്കേഷനാണ്. ഷിൻചാനെ വെക്കേഷനായിട്ട് എന്താ വല്ല പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഫ്രാങ്ക്ലിൻ ബോയ്, നമുക്ക് എവിടെയെങ്കിലും കറങ്ങാൻ പോയാലോ ഫ്രാങ്ക്ലിൻ ബോയ്? എങ്ങോട്ട് പോകാനാടാ? ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ പുറത്തു പോയിട്ട് എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിച്ചുകൊണ്ട് വരാം. അല്ലാതെ കറങ്ങാനൊന്നും ഇപ്പോൾ പോകാൻ പറ്റത്തില്ല. എന്താ ഫ്രാങ്ക്ലിൻ ബോയിന് പതിവില്ലാത്ത പോലെ കഴിക്കാൻ വാങ്ങിക്കുന്നത്? ഫ്രാങ്ക്ലിൻ ബോയ് ഒന്നും ഉണ്ടാക്കിയില്ലേ? അതൊന്നും ഇല്ലടാ, എപ്പോഴും എനിക്കാണെങ്കിൽ ഇന്ന് ഉണ്ടാക്കാൻ ഒരു മൂഡില്ല, പാചകം ചെയ്യാനുള്ള മൂഡൊന്നുമില്ല. സോ നമ്മൾ എന്തായാലും ഒന്ന് പുറത്തു പോയിട്ട് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരാം. കുറേ നാളായില്ലേ പുറത്തുനിന്നൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ പുറത്ത് പോയി വാങ്ങിക്കാമെന്ന് വിചാരിച്ച്. അത് ശരിയാ, കുറേ നാളെ നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട്. ശരി, പോയി വാങ്ങിക്കാം. അപ്പോൾ നിനക്ക് എന്താ വേണ്ട കഴിക്കാൻ? പൊറോട്ടയും ചിക്കനും വാങ്ങിക്കും ഫ്രാങ്ക്ലിൻ ബോയ്. രാവിലെ തന്നെ പൊറോട്ടയും ചിക്കനൊന്നും കഴിച്ചാൽ ശരിയാവത്തില്ലടാ. നമുക്കൊരു കാര്യം ചെയ്യും, ഇഡലി വാങ്ങിക്കാം. നീ ഇവിടെ തന്നെ ഇരിക്കും, വീട്ടിൽ തന്നെ ഇരിക്കും, ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം. നീ മിക്കി മൗസിൻ്റെ വീട്ടിലോട്ടാണെന്നും പറഞ്ഞ് പുറത്തോട്ടൊന്നും ഇറങ്ങി പോയേക്കല്ലേ. നീ ഇവിടെ തന്നെ ഇരിക്കണേ, ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരാം. ഓക്കെ? ഇല്ല ഫ്രാങ്ക്ലിൻ ബോയ്, ഇവിടെ തന്നെ ഇരുന്നോളാം. വീട്ടിൽ തന്നെ ഇരിക്കണേ, പുറത്തോട്ടൊന്നും പോകല്ലേ. ഓക്കെ. അപ്പോൾ എന്തായാലും ഷിൻചാൻ ചെറുക്കൻ നമ്മുടെ വീട്ടിൽ ഇരിക്കും. നമുക്ക് എന്തെങ്കിലും പോയി കഴിക്കാൻ വാങ്ങിച്ചുകൊണ്ട് വരാം. ഇഡലി മതി എന്നാണ് അവൻ പറയുന്നത്. അതൊക്കെ പോയി നോക്കാം, വാങ്ങിച്ചുകൊണ്ട് വരാം. ഷിൻചാൻ അകത്ത് കയറിക്കോ, നീ എന്തിനാ പുറത്തോട്ട് ഇറങ്ങിയേ? ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് കഴിക്കാൻ വാങ്ങിക്കാം. വണ്ടി ഒന്ന് പുറത്തോട്ട് ഇറക്കാം, ചുറ്റി വളഞ്ഞ് അങ്ങ് പോവാം. ഓക്കേ. ഇപ്പോൾ എന്താ ഇപ്പോൾ വാങ്ങിച്ച് കൊടുക്കുക? നമ്മൾ സതീശൻ്റെ കടയിൽ പോവാം. അവിടെ ആവുമ്പോൾ നല്ല വെയിറ്റ് ഇവരൊക്കെ എന്താ ഇങ്ങനെ നടക്കുന്നത്? സാധാരണ ആൾക്കാർ ഇവർക്ക് കളർ വ്യത്യാസം ഉണ്ടല്ലോ. സാധാരണ മനുഷ്യൻ്റെ കളറല്ലല്ലോ, ഇവരെന്തെല്ലാം പച്ച കളറ്. ഇതെന്താ എല്ലാവരും നമ്മുടെ അടുത്തോട് ഓടി വരുന്നത്? എന്തോ ഒരു പ്രശ്നമുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും പറപ്പിച്ച് വിട്ടേക്കാം. കാരണം ഇവന്മാരെ നോർമൽ ആൾക്കാരായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇവന്മാർ വണ്ടി ഇടില്ല. അയ്യോ. ഓക്കെ. കുഴപ്പമില്ല. ഒന്നും പറ്റിയില്ല എന്ന് വിശ്വസിക്കുന്നു. ഇല്ല, ഒന്നും പറ്റിയില്ല. വണ്ടിയിൽ നിന്ന് ഗ്ലാസ്സൊക്കെ ഒന്ന് പൊട്ടിയിട്ടുണ്ടെന്നേ ഉള്ളൂ, ഡോറൊക്കെ ഇളകി പോയിട്ടുള്ളത്. നമ്മൾ സേഫാണ്. ഓക്കെ. എനിക്ക് തോന്നുന്നു ഇവരൊക്കെ സോംബിയാണോ എന്നൊരു സംശയം. കാരണം ഇവരുടെ എന്താ പറയുക, രീതിയൊന്നും അത്ര ശരിയല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നമ്മളെ എന്താ പറയുക, ആക്രമിക്കാൻ വരുന്നു. ഇവർ നോർമൽ മനുഷ്യന്മാരല്ല. നമുക്ക് എന്തായാലും എത്രയും വേഗം നമ്മുടെ വീട്ടിലോട്ട് പോവാം. കാരണം ഇനി അധികം നേരം ഇവിടെ നടന്നിട്ട് കാര്യമില്ല. ഇവിടെ എല്ലാവരും സോംബി ആയിരിക്കുമെന്നാണ് തോന്നുന്നത്. ഇത് സോംബി തന്നെ. നമുക്ക് എത്രയും വേഗം വീട്ടിലോട്ട് പോകാം. കാരണം അധികം നേരം ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല. വീട്ടിൽ പോവാം. ഓക്കേ. അപ്പോൾ കേസ് എന്തായാലും നമ്മൾ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് എത്രയും വേഗം നമ്മുടെ ഷിൻചാനെ വിവരം അറിയിക്കണം. കാരണം നമ്മുടെ ഷിൻചാന് വീട്ടിലുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ, സോംബി ആയോ ഒന്നും അറിഞ്ഞുകൂടാ. നമുക്ക് എന്തായാലും ഇതിനകത്ത് നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് വേഗം ഷിൻചാൻ്റെ അടുത്തോട്ട് ഓർഡറാ. ഗേയ്സ്, ഇവിടെ എല്ലാം സോംബി വന്നു. നമ്മൾ എല്ലാത്തിനും അതിനെ കൊന്നേക്കാം. നമ്മളെ വണ്ടിയുടെ പുറകെ കയറിയതാണ്, അങ്ങോട്ട് കൊന്ന് കളഞ്ഞു ഗേയ്സ്. നമുക്ക് ഷിൻചാൻ്റെ അടുത്ത് പോകാം. ഷിൻചാനേ എന്ന് പറഞ്ഞ് നമുക്ക് അങ്ങോട്ട് പോകാം. ഷിൻചാൻ അകത്ത് കാണും. ഷിൻചാൻ എന്തായാലും പുറത്തോട്ട് ഇറങ്ങും. പക്ഷേ ഇവന്മാർ ഇപ്പോൾ വന്ന പോലെ നേരത്തെ ഇവന്മാർ വീട്ടിനകത്തോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ പണിയാണ്. ഷിൻചാനെ വല്ലതും ചെയ്തോ? ഇല്ല എന്ന് വിശ്വസിക്കുന്നു. ഷിൻചാനെ കാണുന്നില്ല. ഷിൻചാനെ നീ എവിടെയാ? നീ ഇവിടെ ഉണ്ടോ ഷിൻചാനെ? എന്ത്, വീട്ടിന് പുറത്ത് മൊത്തം സോംബി ആയിരുന്നു. ഞാൻ ഇപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ ഫുൾ സോംബി. ഒന്ന് പോ ഫ്രാങ്ക്ലിൻ ബോയ്, ചുമ്മാ തള്ളാതെ. എടാ, തള്ളലൊന്നുമല്ല, നീ വേണമെങ്കിൽ പുറത്തിറങ്ങി നോക്ക്. മൊത്തം സോംബി, ഇവിടെ ഫുള്ള് സോംബി ആയിരുന്നു. ഇപ്പം എനിക്കൊന്നും നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു മനുഷ്യന്മാരായിട്ട്. ബാക്കിയെല്ലാം സോംബി ആയെന്ന് തോന്നുന്നു. ഞാൻ ഒന്ന് ഇറങ്ങി നോക്കട്ടെ. പോടർക്ക് ഒന്ന് അങ്ങോട്ട് ഇപ്പോൾ ഇറങ്ങി ചെല്ലു, സോംബീനെ പിടിച്ചുകൊണ്ടുള്ള കാര്യം പറഞ്ഞേക്കും. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഫ്രാങ്ക്ലിൻ ബോയ്? ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. നമ്മളിപ്പോൾ എന്ത് ചെയ്യും? എല്ലായിടത്തും സോംബി. ഇപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു മനുഷ്യന്മാരായിട്ട്. നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടോ ഷിൻചാനെ? എന്താടാ, ഹെലികോപ്റ്ററാ? അത് നല്ലൊരു ഐഡിയ ആണ്. ഹെലികോപ്റ്റർ ഉണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ എളുപ്പം ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഗേറ്റിൻ്റെ ഭാഗമൊക്കെ നമുക്കൊരു കണ്ടെയ്നർ വെച്ച് അടച്ചിട്ട് നമുക്കിടാം. അതാകുമ്പോൾ സോംബി കയറത്തില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഹെലികോപ്റ്ററും കൊണ്ടുപോയിട്ട് ഫുഡൊക്കെ തപ്പാം. അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ക്യാമ്പൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോവാം. ഹെലികോപ്റ്റർ ഉണ്ടെങ്കിൽ നല്ല. ഇപ്പം ഹെലികോപ്റ്റർ നമ്മുടെ കഴിഞ്ഞ ദിവസം ഞാൻ എയർപോർട്ടിൻ്റെ ബാക്കിൽ കണ്ടായിരുന്നു. ഇപ്പോഴും അത് അവിടെ ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ഞാൻ ഒന്ന് അവിടെ പോയി നോക്കാം. അപ്പോൾ ഷിൻചാനെ നീ ഇവിടെ തന്നെ ഇരി, ഞാനേ എന്തായാലും അവിടെ പോയി നോക്കാം. നീ ഇവിടെ
ആരും കയറി വരാതിരിക്കാനായിട്ട് ഒച്ച ഉണ്ടാക്കാതിരിക്കണം. സോംബികൾ ഒച്ച കേട്ടായിരിക്കും വരുന്നത്. പിന്നെ പുറത്തോട്ട് ഇറങ്ങില്ല, നീ മുകളിൽ വല്ലതും കയറിയിട്ട് അതാണ് നല്ലത്. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും പോയിട്ട് വരാം. ഓക്കെ ഗേസ്, അപ്പം നമ്മൾ എന്തായാലും ഹെലികോപ്റ്ററുള്ള സ്ഥലം നോക്കി. ഇവിടെ ഉണ്ട്, നമ്മുടെ ബാക്കിൽ വന്നു. അപ്പോൾ ഇവിടെ ഹെലികോപ്റ്റർ ഉണ്ട്. എന്തായാലും നമുക്കത് കയറിയിട്ട് പോവാം. ഓക്കെ, ഹെലികോപ്റ്റർ. ഓക്കെ ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഹെലികോപ്റ്റർ ഒന്ന് പറത്താം. ഇനി നമുക്ക് എന്തായാലും വീട്ടിൽ പോയിട്ട് വരാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ആയിട്ട് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ സ്മൂത്തായിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ പറയുക, ഈ ഹെലികോപ്റ്റർ കൊണ്ടുപോയിട്ട് കണ്ടെയ്നർ തപ്പാൻ പോകണം ഗൈസ്. എന്തായാലും നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ലാൻഡ് ചെയ്ത് നോക്കി. അതാണ് ഹെലികോപ്റ്റർ ഇവിടെ കിടക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് ലാൻഡ് ചെയ്ത് നോക്കിയതാണ്. നോക്കട്ടെ, ഹെലികോപ്റ്റർ ഇവിടെ സ്മൂത്തായിട്ട് കിടപ്പുണ്ട്. ഓക്കെ, പെട്ടെന്ന് പറത്തിക്കൊണ്ട് പോകാനും പെട്ടെന്ന് എടുത്തുകൊണ്ട് വരാനൊക്കെ പറ്റും. നമ്മൾ ഈ ഗേറ്റിൻ്റെ ഭാഗത്തായിട്ട് ഒരു കണ്ടെയ്നർ കൊണ്ടുവന്നിടണം. ഒന്നല്ല, 2 കണ്ടെയ്നറെങ്കിലും കൊണ്ടുവന്നിടണം. ഓക്കെ, ഈ സോംബികളൊക്കെ ഇത്തിരി ശക്തിയുള്ള ആൾക്കാരാണ്, അപ്പോൾ തള്ളും. അതുകൊണ്ട് 2 കണ്ടെയ്നർ കൊണ്ടുവന്നിടണം. അപ്പോൾ നമുക്ക് എന്തായാലും അതിനായിട്ട് പോവാം ഗൈസ്. ഓക്കെ, ഞാൻ വിചാരിച്ച പോലെ തന്നെ ഇവിടെ നമ്മുടെ കണ്ടെയ്നർ ഉണ്ട്. സോ ഇതുപോലത്തെ ഒരെണ്ണവും കൂടെ വേണം, അതും അപ്പുറത്തായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഇനി ഇത് നമ്മുടെ ഹെലികോപ്റ്ററിൽ കൊണ്ട് എന്താ പറയുക എടുത്തിട്ട് കൊണ്ടുപോകണം ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും കൊണ്ടുപോയിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്, വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 എടുത്തു. ഈ സൈഡിൽ കണ്ട, അത് ഇവിടെ 2 കണ്ടെയ്നർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ സോംബി അങ്ങനെയൊന്നും തള്ളിയൊന്നും കയറത്തില്ല. ഓക്കെ, ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഷിൻചാൻ ചെറുക്കനെ പോയി വിളിക്കാം. ഷിൻചാൻ വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഷിൻചാനെ, നീ പറഞ്ഞ പോലെ ഇവിടെ പോയി ഹെലികോപ്റ്റർ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് 2 കണ്ടെയ്നറും വെച്ചു. ഇനിയിപ്പോൾ സോംബി എന്തായാലും വീട്ടിലോട്ട് കയറത്തില്ല. നമ്മളിപ്പോൾ തൽക്കാലം സേഫാണ്. അപ്പോൾ ഫ്രാങ്കിബി നമ്മൾ പുറത്തോട്ടൊന്നും പോകത്തില്ല, നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുമോ? അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്? എടാ, അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇപ്പം നമുക്ക് എന്തായാലും ഇപ്പോൾ തൽക്കാലം എങ്ങനെയാടാ, ഇങ്ങനെ തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. എന്തായാലും നമുക്ക് പുറത്തോട്ടൊക്കെ പോവാം. ഹെലികോപ്റ്റർ ഉള്ളത് കൊണ്ട് പിന്നെ പേടിക്കാനില്ല. നമുക്ക് എന്തായാലും ഈ കുറച്ചാൾ കഴിഞ്ഞിട്ട്, കുറച്ചാളല്ല, ഉടനെ തന്നെ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകണം. കാരണം നമുക്ക് എന്താ പറയുക, പെട്ടെന്ന് ഇവിടെ അധികം നാൾ നിൽക്കുന്ന റിസ്ക്കാണ്. സോ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ക്യാമ്പിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകാം. അപ്പോൾ നീ പേടിക്കണ്ട, പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ തപ്പി നമുക്ക് പോകണം. അപ്പോൾ എന്തായാലും വീട്ടിൽ നിൽക്കുന്ന റിസ്ക്കാണ്. ഒന്നില്ലെങ്കിൽ സോംബി വൈറസ് മാറുന്നവരെ നിൽക്കാം, അല്ലെങ്കിൽ നമുക്ക് പിന്നീട് എന്താ പറയുക, അത്രയും ഞങ്ങൾ നിൽക്കാനൊന്നും പറ്റത്തില്ല. സോംബി വൈറസ് അങ്ങനെയൊന്നും പോകത്തില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ക്യാമ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി കണ്ട് പിടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ തൽക്കാലം ഒരു ആശ്വാസത്തിന് ചെയ്യുന്നേ ഉള്ളൂ. അല്ല ഫ്രാങ്കിബി, അപ്പോൾ നമ്മൾ ഫുഡിനൊക്കെ എന്ത് ചെയ്യും? ഫുഡ് ഇപ്പോൾ തൽക്കാലത്തേക്കുണ്ട്, പിന്നെ വേണമെങ്കിൽ നമുക്ക് സൂപ്പർ മാർക്കറ്റ് വല്ലതുമൊക്കെ പോയി എടുക്കേണ്ടി വരും. അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ പേടിക്കണ്ട. ഓക്കെ, ഞാനുണ്ടല്ലോ. ഇപ്പോൾ ഹെലികോപ്റ്റർ എടുത്തുകൊണ്ട് വന്നില്ലേ, പിന്നെയാണോ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് ഫുഡ് എടുത്തുകൊണ്ട് വരാൻ? അത് ഈ സോംബികളുടെ ഇടയിൽ കൂടെയാണ് ഞാൻ പോയി ഹെലികോപ്റ്റർ എടുത്തുകൊണ്ട് വന്നത്. അതൊക്കെ പോട്ടെ. എന്തായാലും നമുക്ക് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. ബാക്കി ഇതിൻ്റെ പാർട്ട് 2 നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തായാലും നമ്മൾ പരമാവധി സോംബികളെ തടഞ്ഞിട്ടുണ്ട്. സോ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നേരം ബൈ ബൈ.